നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. US തീരുവ നയത്തിൽ വീണ്ടും വിമർശനവുമായി ചൈന. തങ്ങളുടെ ചിലവിൽ അമേരിക്കയുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്ന മറ്റു രാജ്യങ്ങളെ ശക്തമായി എതിർക്കുന്നുവെന്നാണ് ചൈന വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നിലവിലെ തീരുവ നയത്തിൽ ചൈന തുടർച്ചയായി എതിർപ്പ് അറിയിച്ചിരിക്കുന്നു. അതിനിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള തീരുവ ഇളവുകൾക്ക് പകരമായി ചൈനയുമായുള്ള വ്യാപാരം പരിമിതപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മറ്റ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ പ്രസ്താവന വന്നതെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. വിഷയത്തിൽ ശക്തമായ മുന്നറിയിപ്പാണ് ലോക രാജ്യങ്ങൾക്ക് ചൈന നൽകിയിരിക്കുന്നത്. അമേരിക്കയുമായി തങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു കരാറിനും ശ്രമിക്കരുതെന്നും ചൈന മറ്റു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. അത്തരം രാജ്യങ്ങൾക്കെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രീണനം ഒരിക്കലും സമാധാനം കൊണ്ടുവരില്ല, വിട്ടുവീഴ്ചയെ മാനിക്കില്ലെന്നും ചൈനീസ് വാണിജ്യ മന്ത്രാലയത്തിന്റെ വക്താവ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ ബലികഴിച്ച് സ്വന്തം താൽക്കാലിക സ്വാർത്ഥ താൽപ്പര്യങ്ങൾ തേടുന്നത് തെറ്റായ കാര്യമാണെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. തീരുവ പ്രതിസന്ധി നിലനിൽക്കെ അമേരിക്കയുമായി വ്യാപാര കരാറുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്ക് ചൈന മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സമീപനം ആത്യന്തികമായ രണ്ട് വശങ്ങളിലും പരാജയപ്പെടുത്തുകയും മറ്റുള്ളവർക്ക് ദോഷം വരുത്തുകയും ചെയ്യുമെന്നും ചൈന നൽകുന്ന മുന്നറിയിപ്പ്. തീരുവ യുദ്ധത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനം കൂടിയാണ് ചൈനയുടെ പുതിയ നിലപാട്. ലോകത്തിലെ പ്രധാന രാജ്യങ്ങൾ ചിലതിന് 10% തീരുവ ചുമത്തുമ്പോൾ ചൈനയ്ക്ക് മേൽ US പല ഉൽപ്പന്നങ്ങൾക്കും 145% വരെ തീരുവയാണ് ചുമത്തുന്നത്. US ഉൽപ്പന്നങ്ങൾക്ക് 125% തീരുവ ചുമത്തുകയാണ് ബീജിംഗ് ഇതിനോട് തിരിച്ചടിച്ചത്. ഇത് വ്യാപാര യുദ്ധത്തിനുള്ള സാധ്യതകളാണ് തുറന്നിടുന്നത്. എന്നാൽ ആഗോളതലത്തിൽ രണ്ട് പ്രധാന സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള സമ്പൂർണ്ണ വ്യാപാര യുദ്ധത്തിനിടയിൽ ചൈനയ്ക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുന്നത് തുടരാൻ താൻ മടിക്കുന്നതായും ട്രംപ് അടുത്തിടെ പറഞ്ഞിരുന്നു. കാരണം ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ഒന്നാകെ സ്തംഭിപ്പിക്കാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനിടയിൽ കരാറിൽ മധ്യസ്ഥത വഹിക്കാൻ ചൈന ആവർത്തിച്ച് തന്നെ ബന്ധപ്പെടുന്നുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. മറുവശത്ത് ചൈന USനെതിരെ പലപ്പോഴും ശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ USന്റെ തീരുവ നയത്തിനെതിരെ ചൈന എതിർത്തിരുന്നു. അമേരിക്കൻ തീരുവകൾ മുഴുവൻ ലോകത്തിന് എതിരാണെന്നും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബഹുമുഖ വ്യാപാര സംവിധാനത്തെ ഗുരുതരമായി തകർക്കുമെന്നാണ് ചൈന പറയുന്നത്. അതിനിടെ ജപ്പാൻ അടക്കമുള്ള ചില രാജ്യങ്ങൾ നിലവിൽ തീരുവ കുറയ്ക്കുന്നതിനായി അമേരിക്കയുമായി ചർച്ചകൾ ഏർപ്പെടുന്നുണ്ടെന്നും എങ്കിലും ചൈന വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ചൈനയുമായുള്ള വ്യാപാരം നിയന്ത്രിക്കുന്നതിന് സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ഉൾപ്പെടെ USൽ നിന്നും തീരുവ കുറയ്ക്കലുകളോ അതുമായി ബന്ധപ്പെട്ട ഇളവുകളോ തേടുന്ന രാജ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ശക്തമാണ്. ഇതാണ് ചൈനയെ പ്രകോപിപ്പിക്കുന്ന കാര്യവും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.